സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ രേണുസുതി മാത്രമാണ് ഉള്ളത്. കാരണം അത്രത്തോളം ഇന്ന് വലിയ രീതിയിലുള്ള സെലിബ്രിറ്റി തന്നെയാണ് രേണുസുതി. ബിഗ് ബോസിന് ശേഷമാണ് രേണുസുതി ഇത്രത്തോളം ചർച്ചയായി മാറിയത്. മാത്രമല്ല, ബിഗ് ബോസിന് ശേഷം ദുബായ്, ബഹ്റൈൻ, UK എന്നിവിടങ്ങളിൽ നിന്ന് രേണുസുതിക്ക് പ്രൊമോഷനുള്ള അവസരങ്ങൾ ലഭിച്ചു തുടങ്ങി. വിവാദം ഒഴിഞ്ഞുള്ള സമയം രേണുസുതിക്കില്ല. ബിഗ് ബോസിന് ശേഷം കൂടുതൽ തിരക്കുള്ള ജീവിതമാണ് താരത്തിൻ്റേത്. മാത്രമല്ല, താരത്തിനെതിരെ എപ്പോഴും വിമർശനങ്ങൾ വരാറുമുണ്ട്. ഞാൻ എവിടെയുണ്ട് അവിടെയുണ്ട് വിവാദം, അതെന്താണ് അങ്ങനെയെന്ന് അറിയില്ല. വിവാദങ്ങൾ എന്നാൽ റീച്ചാണല്ലോ. പുതിയൊരു വ്ളോഗർ വന്നാലോ ആർക്കെങ്കിലും ഫേമസ് ആകണമെങ്കിലോ രേണുസുതിയുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുകയോ രണ്ട് ചീത്ത പറയുകയോ എന്നെപ്പറ്റി അവിഹിതം പറയുകയോ ചെയ്താൽ മതിയെന്നാണ് രേണുസുതി പറയാറുള്ളത്. എനിക്ക് അനുകൂലമായി സംസാരിക്കുന്നവരുണ്ടെന്നും രേണുസുതി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. ബിഗ് ബോസ് എന്ന ഒറ്റ ഷോ കൊണ്ട് ജീവിതം മാറി മറിഞ്ഞ താരം തന്നെയാണ് രേണു. സോഷ്യൽ മീഡിയ വിവാദങ്ങൾ തിളങ്ങി നിൽക്കവെയായിരുന്നു രേണുവിന് ബിഗ് ബോസിലേക്ക് ക്ഷണം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ രേണുവിന് ലക്ഷങ്ങൾ പ്രതിഫലം കൊടുത്താണ് ബിഗ് ബോസ് എത്തിച്ചത് എന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. നടിയായ അനുമോൾക്കും രേണുസുതിക്കുമാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിച്ചതെന്നും 65,000 രൂപ വരെ പ്രതിഫലം ഉണ്ടായിരുന്നതായും വാർത്തകൾ വന്നു. ഇപ്പോഴത്തെ ഇത്തരം അഭ്യൂഹങ്ങളോട് ആദ്യമായി മനസ്സ് തുറക്കുകയാണ് രേണു. ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കുറവ് പ്രതിഫലം ലഭിച്ചത് തനിക്കായിരിക്കാം എന്നാണ് രേണു പറഞ്ഞത്. 11,000 രൂപയായിരുന്നോ എന്ന ചോദ്യത്തിന് അതിൽ താഴെ എന്നായിരുന്നു രേണു മറുപടി നൽകിയത്. 5,000 എങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ ഇനി ചോദിക്കരുത്, ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ എനിക്ക് എത്രമാത്രം പ്രതിഫലം കിട്ടിക്കാണുമെന്നും രേണുസുതി ചോദിച്ചു. ബിഗ് ബോസിൽ നിന്ന് വിളിക്കുമ്പോൾ പ്രതിഫല കാര്യം സംസാരിക്കുമ്പോൾ പോലും എനിക്ക് സത്യം പറഞ്ഞാൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇത്ര രൂപ എന്ന് വിലപേശുവാനോ ഒന്നും സാധിക്കുമായിരുന്നില്ല. ഒരു പ്രോഗ്രാമിന് പോലും എത്ര തുക വാങ്ങണമെന്ന് അറിയില്ലായിരുന്നു. കാരണം എനിക്ക് മാനേജറായി കരിഷ്മ ഇല്ലാത്ത സമയമായിരുന്നു. അപ്പോൾ ഞാൻ സ്വന്തമായിട്ടാണ് പറയുന്നത്. എനിക്ക് ഇതിനെപ്പറ്റി യാതൊരു ധാരണയും ഇല്ലായിരുന്നു. എനിക്ക് ലക്ഷങ്ങളും കോടികളും ഒന്നും ഉണ്ടാക്കാനല്ല, എൻ്റെ മക്കൾക്കും വീട്ടുകാർക്കും അന്നത്തെ വക മാത്രം കിട്ടിയാൽ മതിയെന്ന് ചിന്തിക്കുന്നയാളാണ് ഞാൻ. ഇപ്പോൾ കരിഷ്മ ഉള്ളത് കൊണ്ട് ഏകദേശം എനിക്ക് അർഹതപ്പെട്ട പേയ്മെൻറ്റ് കുറച്ചെങ്കിലും അവൾ പറഞ്ഞ് മേടിച്ചു തരാറുണ്ട്. എനിക്ക് അന്ന് പറയാൻ ആരുമില്ലായിരുന്നു. അതിനെക്കുറിച്ച് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. ഞാൻ കണ്ടുപഠിച്ചത് സുധിച്ചേട്ടനെയാണ്. അദ്ദേഹമാണെങ്കിൽ നാളെ പൈസ തരാമെന്ന് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാലും അധികം സംസാരത്തിന് നിൽക്കാതെ മിണ്ടാതെ വരും. അത്തരത്തിൽ അദ്ദേഹത്തെ കണ്ടുപഠിച്ചത് കൊണ്ടാണ് പേയ്മെൻറ്റിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ എനിക്കറിയില്ലായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ വിഷമമാണ്, താരം പറഞ്ഞു. അതേസമയം ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം നിരവധി പ്രോഗ്രാമുകളും ഉദ്ഘാടന പരിപാടികളും രേണുവിന് ലഭിക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഇതിനോടകം തന്നെ 3-ലധികം പരിപാടികളിൽ രേണു മുഖ്യാതിഥിയായി. ഇനി ഉടൻ തന്നെ UK പോകുമെന്നാണ് രേണു ആരാധകരെ അറിയിച്ചിരിക്കുന്നത്. ഏപ്രിലിലായിരിക്കും UK ട്രിപ്പെന്നും അത്തരമൊരു വലിയ അവസരം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ടെന്നും രേണു അടുത്തിടെ പറഞ്ഞിരുന്നു. രേണുവിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ ആരോപണങ്ങളുമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വരുന്നത്. ഇപ്പോഴിതാ താരം മുൻ ബിഗ് ബോസ് താരമായ ഹനാന്റെ ആരോപണങ്ങൾക്ക് മറുപടിയായി എത്തിയിരിക്കുകയാണ്. റീച്ചിന് വേണ്ടിയാണ് ആളുകൾ തനിക്കെതിരെ ആരോപണം ഉയർത്തുന്നതെന്നും ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് ഹനാനുമായി തനിക്ക് നല്ല ബന്ധമായിരുന്നുവെന്നും രേണു പറഞ്ഞു. ഹനാൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരി എൻ്റെ ഫ്രണ്ടായിരുന്നു. ഞാൻ ബിഗ് ബോസിന് പോകുന്നതിന് ഒരാഴ്ച മുമ്പേ എനിക്ക് മെസ്സേജ് അയച്ച് എന്തുണ്ട് സുഖമാണോ എന്ന് ചോദിച്ചു. സുഖമാണ് എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ആരുമായിട്ടും കോണ്ടാക്ട് ഒന്നും ചെയ്യാറില്ലാത്ത ഒരു വ്യക്തിയാണ്. വല്ലപ്പോഴും മെസ്സേജ് അയക്കും. അങ്ങനെ മെസ്സേജ് അയച്ച ഒരു വ്യക്തിയാണ് ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇങ്ങനെയൊരു വിവാദം കത്തിച്ചത്. അതിൻ്റെ കാരണം എന്താണെന്ന് അവർക്കേ അറിയത്തുള്ളൂ. എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. പേഴ്സണലായി ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. റീച്ചിനായിരിക്കും, അത് അവർക്കല്ലേ അറിയത്തുള്ളൂ. ഞാൻ എല്ലാവരെയും സുഹൃത്തായിട്ടാണ് കാണുന്നത്. അവർ പലരും എന്നെ സുഹൃത്തായി കണ്ടു കാണത്തില്ലായിരിക്കും. 21കാരനുമായി എനിക്ക് ബന്ധമുണ്ടായിരുന്നെങ്കിൽ തന്നെയും ഇവർക്ക് എന്താണ് പ്രശ്നം? എന്നെ ബാധിക്കുന്ന കാര്യമല്ലേ? അല്ലെങ്കിൽ എൻ്റെ മക്കളെ ബാധിക്കുന്ന കാര്യമല്ലേ? സുധിച്ചേട്ടൻ്റെ ഫാമിലിയെ ബാധിക്കുന്ന കാര്യമല്ലേ? ഇത്രയും പേർക്കൊരു കുഴപ്പവുമില്ല, പിന്നെ ആർക്കാണ് പ്രശ്നം? ആ 21 വയസ്സുകാരനെ ഇവർ കൊണ്ടുവരട്ടെ, തെളിവ് വേണമല്ലോ. അവനെ ഇവർ കൊണ്ടുവരട്ടെ. അല്ലെങ്കിൽ എനിക്ക് ആ 21 വയസ്സുകാരനെ അറിയാമെന്നല്ലേ ഇവർ പറയുന്നത്? സൗകര്യമല്ലേ പറയാൻ? ഞാൻ സെലിബ്രിറ്റി ആയത് ഇഷ്ടമില്ലാത്തവർ കണ്ണിൽ കടി കാരണം ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് എന്താണ് പ്രശ്നം? ഞാൻ എൻ്റെ വഴിയെ മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മാതാപിതാക്കൾ ഹാപ്പിയാണ്. പിന്നെ ഇവറ്റകൾ പറഞ്ഞാൽ അവർക്ക് എന്താണ് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ അവിടെ താമസിക്കുന്നത് കൊണ്ട് ബിഷപ്പ് പിതാവിന് സമാധാനത്തോടെ പ്രാർത്ഥിക്കാനാകുന്നില്ലെന്നും ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ബുദ്ധിമുട്ടിക്കുന്നുവെന്നും ഒക്കെ സഫീന ബീവി എന്ന ഒരു താത്ത വ്ളോഗ് ഇട്ടു. ഇത് സംബന്ധിച്ച് സംസാരിക്കാൻ എൻ്റെ ചേച്ചി കഴിഞ്ഞ ദിവസം എൻ്റെ ഫോണിൽ നിന്ന് അദ്ദേഹത്തെ വിളിച്ചു. ഇക്കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് യാതൊരു പ്രശ്നവുമില്ലെന്നും ഞാനൊരു വ്ളോഗറോടും ഇത് പറഞ്ഞിട്ടുമില്ലെന്നുമാണ്. രേണുസുതിയെക്കുറിച്ച് ഞാനൊരു കുറ്റവും ഇപ്പോൾ ആരോടും പറയാറില്ല. ഇത് സംബന്ധിച്ച് വിളിക്കുന്ന വ്ളോഗേഴ്സിനോടും ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെന്നാണ് ബിഷപ്പ് പിതാവ് എൻ്റെ ചേച്ചിയോട് പറഞ്ഞത്. ആ ഫോൺ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഞാനത് പബ്ലിക് ആക്കുന്നില്ല. ഈ ബിഷപ്പിനും ഫിറോസിക്കയ്ക്കും ഒക്കെ ഞാനുമായി എന്താണ് പ്രശ്നമെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഞാൻ സെലിബ്രിറ്റി ആയിപ്പോയതാണ് ഇവരുടെയൊക്കെ പ്രശ്നം. ഞാൻ വീട്ടിൽ മൂലയ്ക്ക് കുത്തിയിരുന്നാലോ
ഇവരോടൊക്കെ ഒരു 500 രൂപ തരണമെന്ന് പറഞ്ഞാലോ ഇവർക്ക് ആർക്കും പ്രശ്നം കാണില്ല. എന്നെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചത് ഒരൊറ്റ കാരണമേ ഉള്ളൂ, ഞാൻ എന്തിന് തല ഉയർത്തി നടക്കുന്നു, ഞാൻ എന്തിന് വലിയ സെലിബ്രിറ്റി ആകുന്നു, അല്ലെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ കയറുന്നു, ഞാൻ എന്തിന് ആൽബത്തിൽ അഭിനയിക്കുന്നു, ഞാൻ എന്തിന് ബഹ്റൈനിൽ പോകുന്നു, ഞാൻ എന്തിന് ദുബായിൽ പോകുന്നു, ഇതൊക്കെ ആയിരിക്കും ഇവിടെ കുഴപ്പം. ഞാൻ വീട്ടിലിരുന്നാൽ ഇവർ എന്നെ സ്നേഹിക്കും, രേണുസുതി പറഞ്ഞു. അതേസമയം രേണുസുതിയുടെ വിവാഹത്തെക്കുറിച്ച് പലപ്പോഴും ചോദ്യം ഉയർന്നിട്ടുണ്ട്. രണ്ടാമതൊരു വിവാഹ ജീവിതത്തെക്കുറിച്ച് ഇപ്പോഴും ആലോചിക്കുന്നില്ലെന്നായിരുന്നു രേണു പറഞ്ഞത്. എന്നാൽ അടുത്തിടെ രേണുവിന് കാമുകനുണ്ടെന്നും അത് UK നിന്നുള്ള ആളാണെന്നും ഒക്കെ അഭ്യൂഹങ്ങൾ ഉയർന്നു. ഇപ്പോഴത്തെ അത്തരം അഭ്യൂഹങ്ങൾക്കെല്ലാം മറുപടി നൽകുകയാണ് രേണു. കല്യാണമാണോ, നിക്കാഹാണോ, വിവാഹമാണോ, മിന്നുകെട്ടാണോ എന്നൊന്നും അറിയില്ല. എനിക്ക് കല്യാണമായിട്ടില്ല. എനിക്ക് പ്രണയമുണ്ടെന്നൊക്കെ ആൾക്കാർ പറയുന്നതല്ലേ, ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി അദൃശ്യ കാമുകനുണ്ടെങ്കിൽ തന്നെ അവിടെ ഇരുന്നോട്ടെ. എന്തായാലും ഒരു 2 വർഷം സമയം തരണം. എന്തായാലും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഇപ്പോൾ എന്തായാലും തുറന്നു പറയാൻ താല്പര്യമില്ല. അയാളുടെ ജോലി എന്താണെന്നൊക്കെ പറഞ്ഞാൽ അയാളുടെ ഉമ്മയും ബാപ്പയും ഒക്കെ അയാളെ ഓടിക്കും. UK എൻ്റെ കാമുകൻ എന്നാണ് ഊഹാപോഹം. ചേച്ചി എൻ്റെ മാനേജർ കരിഷ്മ, അവരാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്. അവർക്ക് എന്നെ കുറച്ച് നന്നായി അറിയാം. സ്തുതിച്ചേട്ടൻ്റെ അനുഗ്രഹം തന്നെയാണ് ഞാൻ ഈ നിലയിൽ എത്താൻ കാരണം. ഒരിക്കലും ബിഗ് ബോസിന്റെ പടി കാണുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സെലിബ്രിറ്റി ആകുമെന്നോ വിചാരിച്ചിരുന്നില്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം വലിയൊരു പ്ലാറ്റ്ഫോമാണ്. കഴിഞ്ഞ പ്രാവശ്യം ബഹ്റൈനിൽ പോയി. അവിടെ എമിഗ്രേഷനിൽ നമ്മളോട് വിവരങ്ങളൊക്കെ ചോദിക്കും. ആർട്ടിസ്റ്റ് വിസയിൽ കൂടിയാണല്ലോ പോയത്. ഞാൻ നിന്ന് ബബപ്പ പറയുകയാണ്. സെലിബ്രിറ്റി എന്ന് പറഞ്ഞപ്പോൾ എന്ത് സെലിബ്രിറ്റി എന്ന് ചോദിച്ചു. ഞാൻ ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ബിഗ് ബോസ് ഓക്കെ എന്ന് പറഞ്ഞു വിട്ടു. എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് ഒരു ഇന്റർനാഷണൽ ഷോ അല്ലേ. ലാലേട്ടൻ്റെ ബിഗ് ബോസ്, ഏഷ്യാനെറ്റിൻ്റെ ബിഗ് ബോസ് അതിലൊരു ഭാഗമാക്കാൻ കഴിഞ്ഞത് എൻ്റെ ഒരു വലിയ ഭാഗ്യം എന്നാണ് രേണു പറഞ്ഞത്. ബിഗ് ബോസിൽ പോയതിനു ശേഷം റൂമ കോസ്മെറ്റോളജിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളോടും അഭിമുഖത്തിൽ രേണു പ്രതികരിച്ചു. താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: റൂമ മാമും ആയിട്ട് എനിക്കൊരു പ്രശ്നവുമില്ല. ആ ഒരു കോലത്തിൽ നിന്നും ഈ ഒരു സുന്ദരിയാക്കിയത് എൻ്റെ റൂമ മാമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മൈക്രോബ്ലേഡ് തൊട്ടാണ് എൻ്റെ ഒരു മേക്ക് ഓവർ തുടങ്ങുന്നത്. പീലി എക്സ്റ്റൻഷൻ, അതുപോലെ ഹെയർ, അതുപോലെ ഗ്ലൂട്ടാത്തിയോൺ, സ്കിൻ വൈറ്റനിങ് ട്രീറ്റ്മെൻറ്റ്, ഇതൊക്കെ ചെയ്യുന്നത് അവിടെ നിന്നാണ്. എന്നെ പല്ലി എലി എന്നൊക്കെ വിളിച്ചവർ മാറ്റി പറഞ്ഞത് റൂമിൽ ചെന്നിട്ട് തന്നെയാണ്. യെസ്, അവരുടെ ട്രീറ്റ്മെൻറ്റിൽ തന്നെയാണ് മാറ്റിയത്. ഇനി എൻ്റെ പല്ലൊന്ന് ശരിയാക്കണം. അതിന് സമയം കിട്ടാത്തത് കൊണ്ടാണ് പോകാത്തതെന്നും രേണു പറഞ്ഞു. റൂമിൽ നിന്ന് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തിട്ടാണ് രേണുസുതി ബിഗ് ബോസിലേക്ക് പോയത്. അവിടെ വെച്ച് തലയിൽ നിന്നും മുടി ഊരി വരുന്നു, തല നിറയെ പെയിൻ വരുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ രേണു ഉയർത്തിയിരുന്നു. തുടർന്ന് റൂമ തന്നെ ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകി. രേണു മുടി ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ടുണ്ടായ പ്രശ്നമാണതെന്നായിരുന്നു റൂമയുടെ മറുപടി. എന്തായാലും റീച്ചിന് വേണ്ടി തന്റെ പേരിൽ വിവാദമുണ്ടാക്കുകയാണ് പലരെന്നും രേണു പറയുന്നുണ്ട്. എങ്ങനെയൊക്കെ തന്നെ അധിക്ഷേപിച്ച് റീച്ചുണ്ടാക്കാം എന്നത് മാത്രമാണ് പലരും ശ്രമിക്കുന്നത്. എന്നാൽ ആ വിവാദങ്ങളോടൊന്നും പ്രതികരിക്കാൻ താൻ താല്പര്യപ്പെടുന്നില്ല. എന്നെ അറിയുന്നവർക്ക് ഞാൻ എന്താണെന്ന് കൃത്യമായി അറിയാമെന്നും രേണുസുതി പറഞ്ഞു. ക്രിസ്മസിന് 4 ദിവസം വീട്ടിൽ അടിച്ചു പൊളിച്ചു. കുറച്ച് നാളുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ആ ഒരു 4 ദിവസം തുടർച്ചയായി വീട്ടിലിരിക്കുന്നത്. വിവാദങ്ങൾ എന്ന് പറഞ്ഞാൽ റീച്ചാണല്ലോ. കേരളത്തിൽ ഒരു പുതിയ വ്ളോഗർ അല്ലെങ്കിൽ പുതിയ ഒരാൾക്ക് ഫേമസ് ആകണമെങ്കിൽ, റീച്ച് കിട്ടണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ: രേണുസുതിയെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക, ചീത്ത പറയുക, അവിഹിതം പറയുക. രേണുസുതി എത്രത്തോളം തരം താഴ്ത്താമോ അത്രത്തോളം ചെയ്താൽ അത്രയും റീച്ചാണ്.